ഇന്നത്തെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. കേക്ക് കെട്ടി ഞങ്ങൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ പാരഗോൺ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇത് കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ബിരിയാണി, പാരഗോൺ ബിരിയാണി കേട്ടിട്ടില്ലേ? അതിൻ്റെ ബ്രാഞ്ച് ബാംഗ്ലൂരുണ്ട്. നമ്മുടെ ശോഭ അവൻ്റെ അടുത്തായിട്ട് വരും, സിറ്റിക്ക് അടുത്തായിട്ട്. അവിടെ ബിരിയാണി നല്ല തിരക്കാണ്. സമയം 9-9:30 നല്ല തിരക്കാണ്. ആൾക്കാർ നല്ല വെയിറ്റിങ്ങിലായിരുന്നു. ഓർഡർ അനുസരിച്ച് അവർ വിളിക്കുകയായിരുന്നു. ചുമ്മാ 4 പേരുടെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. നേരെ അപ്സ്റ്റെയറിലാണ് ഉള്ളത്. പിന്നെ അങ്ങനെ അവർ വിളിച്ചു, എന്നൊക്കെ ഓർഡർ കൊടുത്തു. നമ്മൾ നാടൻ ഭക്ഷണങ്ങളുണ്ട്. അപ്പം വെള്ളപ്പം, പുട്ട്, അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങൾ കേട്ടോ കാര്യമായിട്ടും മേടിച്ചത്. പിന്നെ അപ്പം പാരഗൺ ബിരിയാണി ഉണ്ടോ ചോദിച്ചപ്പോഴേക്കും അത് കാലിയായിരുന്നു ആ സമയത്തേക്ക്. അപ്പം പിന്നെ നമ്മൾ നാടൻ തന്നെ മേടിച്ച് കുഴപ്പമില്ല. പിന്നെ അങ്ങനെ അങ്ങനെയാണ് കഴിച്ചത്. വലിയ എമൗണ്ട് റേറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തോന്നി ഒന്ന് വെറുതെ അതേനെ ചുറ്റിക്കളയാം. ഇപ്പോൾ ഒരു ടൈം പാസ് ആവുമല്ലോ. സമയം ഇപ്പോൾ 10 മണിയൊക്കെ ആയി കിട്ടും. പക്ഷെ നമ്മൾ ബാംഗ്ലൂരായതുകൊണ്ട് ആ സമയം പകലാണോ രാത്രിയാണോ എന്നാണ് അറിയില്ല. ആ തോതിലാണ് ഞാൻ കണ്ടത്. ഫുള്ള് ആൾക്കാരാണ്, ഫുൾ ലൈറ്റ്, എല്ലാ കടയും ഓപ്പൺ. പകൽ ഇത്ര ആൾക്കാരുണ്ട്, രാത്രി 11 മണിക്ക് സ്ട്രീറ്റ് കൂടുതൽ യാത്ര. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ നേരത്ത് ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതാണ് കണ്ടോ, ജനനിബിഡമായ സ്ഥലം. കടകളൊന്നും അടച്ചിട്ടില്ല, എല്ലാം സജീവം. എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചാലൊക്കെ പൊരിഞ്ഞ വിലയാ. പിന്നെ കാണുമ്പം കണ്ണിനൊരു കുളിർമല്ലേ. എന്താ എത്ര? ഷോർട്ട് 350, ലോങ് 550, ഷോർട്ട് കുർത്തിയാണെങ്കിൽ 350. അമ്മയ്ക്ക് തരാൻ കൊടുക്ക പൈസ കൊടുത്തതല്ലോ ഉണ്ടോ? നിക്ക് നോക്കട്ടെ ആദ്യം. शॉर्ट कुर्ती इस तरह आएंगे, लॉन्ग कुर्ती एल एंड ड्रेस इस तरह आएंगे. स्लीवलेस नहीं है शॉर्ट कुर्ती में, स्लीवलेस भी है. स्क्रीन गार्ड ഉണ്ട്. എവിടെ പോയെ? രാത്രി 11 മണിയിൽ 11:30 കേട്ടോ. ദൃശ്യമാണുള്ളത്. ക്ലാസ്